ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പൊതുവേ മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ടോ എന്തപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ഇനി കൺഫ്യൂഷൻ വേണ്ട, ഈ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കിക്കോളൂ. ഇപ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ പോലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. അപ്പോൾ ഇനി ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഈ റെസിപ്പി തയ്യാറാക്കിക്കോളൂ. നമുക്ക് കുട്ടികളുടെ സ്നാക്സ് ബോക്സിലാണെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ റെസിപ്പിക്കായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കണം. ഞാനിവിടെ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ചെറിയ സവാള ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് തക്കാളിയാണ്. തക്കാളി, മല്ലിയില, പച്ചമുളക്, ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം, ക്യാരറ്റ് അങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാ ഓംലെറ്റ് തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ചേർക്കണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് മുട്ട ബീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കണം. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മുട്ടൻ്റെ മിക്സിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് സെറ്റ് ആയതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുബൂസാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഹോം മെയ്ഡായിട്ട് കുബൂസ് നല്ല എളുപ്പമാട്ടോ തയ്യാറാക്കിയെടുക്കാനായിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതുപോലെ കുബൂസ് വേണം നിർബന്ധമില്ല, നിങ്ങൾക്ക് ചപ്പാത്തി യൂസ് ചെയ്യാം, പൊറോട്ട യൂസ് ചെയ്യാം. ഇതിനായിട്ട് ഈ റെസിപ്പിക്ക് നമ്മുടെ ഷവർമൻ്റെ ഒരു ലുക്ക് ഉണ്ട് കാണാനായിട്ട്. കഴിക്കാൻ ഷവർമൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ പോലും പക്ഷെ നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇപ്പോൾ കുട്ടികളെ പറ്റിക്കാനൊക്കെ നല്ല എളുപ്പമാണ് ഷവർമ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഓംലെറ്റ് മുകളിൽ ഇങ്ങനെ ചപ്പാത്തിയോ അല്ലെങ്കിൽ കുബൂസോ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ നമ്മുടെ ചട്ടുകം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് ആ ചപ്പാത്തി അങ്ങ് സ്റ്റിക്കി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് കുക്കായതിന് ശേഷം ഇനി നമുക്ക് ഇതേപോലെ ബാക്കി വന്ന മുട്ട വെച്ചിട്ട് ഒന്നും കൂടെയും തയ്യാറാക്കി എടുക്കണം. അപ്പോൾ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു സ്റ്റെപ്പ് കൂടിയുള്ളൂ. നമ്മൾ നീളത്തിൽ സവാള ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ഷവർമൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തെടുത്തതെന്ന് മാത്രം. സവാള വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ പീസ്. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഷവർമൻ്റെ രൂപത്തിലാക്കണം എന്നില്ല, ഇങ്ങനെ ഈ മുട്ട കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് തൈര് ചേർക്കുകയാണ്. തൈര് എന്ന് പറഞ്ഞാൽ നല്ല കട്ടയായിട്ടുള്ള തൈരാണ്, അതായത് പുളിയില്ല, ഒട്ടും പുളിയില്ലാത്ത ഒരു ക്രീം പരുവത്തിലുള്ള ഒരു തൈര്. ഇതിന് പകരം നിങ്ങൾക്ക് സോസ് സ്പ്രെഡ് ചെയ്യാം, ടൊമാറ്റോ സോസ് ഒഴിക്കാം, മയോണൈസ് ഒഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതുപോലെ അങ്ങ് ഷവർമ രൂപത്തിൽ വേണ്ടെങ്കിൽ ഈ ഓംലെറ്റും കുബൂസും മാത്രം കൂട്ടിയിട്ട് കഴിച്ചാലും മതി. ഇനി ഞാൻ ഇത് റോൾ ചെയ്തെടുക്കുകയാണ്. ഷവർമയുടെ രൂപത്തിൽ റോൾ ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് സെർവ് ചെയ്യുന്നതാവും ഒന്നും കൂടെ നല്ലത്.
അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും അങ്ങനെ ആകുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്ര ടേസ്റ്റാണ്. ഇപ്പോൾ ബാക്കി വന്ന ചപ്പാത്തിയോ പൊറോട്ടയോ എന്തോ ആവട്ടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരത്തെ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറായിട്ടോ കുട്ടികളുടെ സ്നാക്ക് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്